എൻ്റെ പേര് ആൻമരിയ. ഞാൻ കൊടകര ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ അനുഭവിച്ച എൻ്റെ ഈശോയെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ചെറുതായിരിക്കുമ്പോൾ, ഞാനൊരു 10ാം ക്ലാസ് പ്ലസ് 2 ഒക്കെ വരെ എനിക്കിതുപോലെ ഒരു സ്റ്റേജിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പേടിയായിരുന്നു. എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്കുള്ള ഫ്രണ്ട്സിനോടാണ് ഞാൻ അറ്റാച്ചായിട്ട് കൂടുതൽ സംസാരിച്ചിരുന്നത്. എനിക്ക് നല്ല പേടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 2019 എൻകൗണ്ടർ എന്ന പ്രോഗ്രാം ജീസസ് യൂത്ത് നടത്തിയിരുന്നു. അവിടെ എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഒരു പ്രോഗ്രാമിന് പോകണം. അപ്പോൾ ആദ്യം പോകാമെന്ന് പറഞ്ഞെങ്കിലും ആ ദിവസം എത്തിയപ്പോൾ പോകണ്ടേന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക്. പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു, നല്ലൊരു പ്രോഗ്രാം ആയിരിക്കും, നിനക്ക് നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മനസ്സോടെയാണ് ആ പ്രോഗ്രാമിന് പോയത്. അങ്ങനെ എനിക്ക് പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ജീസസ് യൂത്തിൽ വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഈശോയെ കൂടുതലായിട്ട് അറിഞ്ഞു. പിന്നെ പ്ലസ് 2 പഠിക്കുന്ന സമയം വരെ ഞാൻ നന്നായിട്ട് പള്ളിയിലൊക്കെ ദിവസം പോകാറുണ്ടായിരുന്നു. അതിനുശേഷം ഞാനങ്ങനെ പള്ളിയിൽ പോകാറില്ലായിരുന്നു. അപ്പോൾ ജീസസ് യൂത്തിൽ വന്നതിന് ശേഷം ഒരുപാട് ക്ലാസ്സുകളൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ എൻ്റെ ഈശോയെ അനുഭവിച്ചറിഞ്ഞു. ഈശോ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് പേടി വരുന്ന സമയത്ത് കർത്താവ് എനിക്ക് തന്ന വചനാണ് ഏശയ്യാ 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ശ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഞാൻ എവിടേക്ക് പോവുകയാണെങ്കിലും ഈശോ എൻ്റെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിനാലാണ് ഞാൻ നയിക്കപ്പെടുന്നത്. എന്തൊരു കാര്യമാണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് എനിക്ക് കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. ഈശോയായാലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലോട്ട് വചനങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ എന്താണ് സിറ്റുവേഷൻ, അതിനനുസരിച്ചിട്ട് കർത്താവ് പറയുന്ന പോലെയാണ് ഞാൻ പ്രവർത്തിക്കാറ്. എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. വിശുദ്ധ കുർബാന ഇല്ലാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിലില്ല. ഒരു ദിവസം വിശുദ്ധ കുർബാന മുടങ്ങിക്കഴിഞ്ഞാൽ അതെൻ്റെ ലൈഫിലെ ഏറ്റവും നഷ്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വിശുദ്ധ കുർബാന, അതുപോലെ ദൈവവചന വായന. ഇത് മസ്റ്റായിട്ട് നമ്മൾ മുടക്കാൻ പാടില്ല. കുമ്പസാരും വിശുദ്ധ കുർബാനയും ദൈവവചന വായിക്കലും, ഇതാണ് നമ്മളെ വിശുദ്ധിയിലോട്ട് നയിക്കുള്ളൂ. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ദിവ്യകാരുണ്യ ഈശോയുടെ അടുത്ത് പോയി ഇരിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ വേറെ എവിടെ പോയാലും കിട്ടില്ല. ഞാനും എൻ്റെ അമ്മയൊക്കെ പോയി ഇരിക്കാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഈശോയോടാണ് സംസാരിക്കുന്നത്. ഞാൻ ഒരിക്കൽ പോലും എൻ്റെ ആഗ്രഹങ്ങൾ ഈശോയോട് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് ഇന്നതാവണമെന്നൊന്നും. പക്ഷേ ഞാൻ അവിടെ പോയിരുന്നതിന് ശേഷം പറയാതെ തന്നെ ഈശോ എനിക്ക് ഓരോ കാര്യങ്ങൾ സാധിച്ചു തരാറുണ്ട്. അഡോറേഷൻ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഈശോനെ കണ്ടിട്ടുണ്ട്. ഈശോ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ ഇപ്പോൾ പരിശുദ്ധ കുർബാനയിലാണെങ്കിൽ കുർബാന അർപ്പിക്കുന്ന സമയത്ത് പോലും എനിക്ക് കരഞ്ഞിട്ടാണ് ഞാൻ കുർബാന അർപ്പിക്കാറുള്ളത്. എൻ്റെ ഈശോനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എന്താ പറയുക, സങ്കടം വരും. ഇപ്പം തന്നെ ഇവിടെ ഈശോനെ പറ്റി ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് പോലും കണ്ണ് നനയുന്നുണ്ടായിരുന്നു. അപ്പോൾ കരയാതെ പറയണമെന്നായിരുന്നു ആഗ്രഹം. ഇപ്പോൾ കരച്ചിലൊക്കെ വരുന്നുണ്ട്, അത് പിടിച്ചു നിന്നിട്ടാണ് പറയണത്. നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് കൂടുതലായിട്ട് സംസാരിക്കുമ്പോൾ, അവിടത്തോട് ചേർന്നിരിക്കുമ്പോൾ അവിടെ നമ്മോടും ചേർന്നിരിക്കും. പ്രൈസ് ഗോഡ്.